എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും 60 മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള എൻ്റെ ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പഠിച്ചത്? അതായത് ഒരു വാചകത്തിൻ്റെ അഥവാ വാക്യത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് അഥവാ വാക്യഭാഗങ്ങളെക്കുറിച്ച് അവയുടെ പേരുകൾ എങ്ങനെ ഇടുമെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഏറ്റവും പ്രഥമമായിട്ട് വരുന്നത് ഏതാണ്? പ്രവൃത്തിയെക്കുറിക്കുന്ന പദമായ ക്രിയ അഥവാ വേർബ് എന്നതിനെക്കുറിച്ചാണ്. രണ്ടാമതായി നമ്മൾ പഠിച്ചത് അതിൻ്റെ പ്രവൃത്തി ചെയ്ത വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ജീവിയുടെ അല്ലെങ്കിൽ സാധനത്തിൻ്റെ പേരായി വരുന്ന സബ്ജക്റ്റ് എന്ന വാക്യഭാഗത്തെക്കുറിച്ചും നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ഒന്നുകൂടി പഠിക്കണം. അതിന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ മറന്നുപോയി. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ടാസ്ക് തന്നിരുന്നു ഇല്ലേ? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ആ ടാസ്ക്? അതായത് വൃദ്ധയെ കൊലപ്പെടുത്തിയ യഥാർത്ഥ കർത്താവ് അതാ കൊലയാളി ആരെന്ന് കണ്ടുപിടിച്ച് വരുവാനായിരുന്നു അല്ലേ. നിങ്ങൾക്കതിന് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബലബേഷ് എന്ന് പറയാം. നിങ്ങൾ ബുദ്ധിമാൻ അല്ലെങ്കിൽ ബുദ്ധിമതിയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ നിങ്ങൾ അത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ബുദ്ധിയില്ലാത്ത ആൾ ഒന്നും അല്ല. അങ്ങനെ വരുന്നില്ല പെട്ടെന്ന്. കാരണം എനിക്ക് അത് കിട്ടിയിട്ടില്ല, പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പരിചയക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളത് കണ്ടുപിടിച്ച് പെട്ടെന്ന് മനസ്സിലാക്കിയത്? ആരാ കൊലയാളി എന്ന് ഞാൻ ചോദിച്ചു. അതിനെന്താ, അത് കണ്ട വശം ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് അതിശയപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ കണ്ടിട്ടുള്ളൂ. എന്നിട്ടും അവർ ഒരു 2-3 മിനിറ്റ് കൊണ്ട് കൊലയാളെ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്തബ്ധനായിപ്പോയി. കാരണം അവരുടെ ബുദ്ധിശക്തി അപാരം തന്നെ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരാളിനോട് വിശദീകരിച്ച് തന്നു. അതായത് ആ പെൺകുട്ടിയുടെ കാമുകനാണ് കൊലയാളി എന്ന് പറഞ്ഞു. കാമുകനോ? അതെങ്ങനെ ആൾക്കും മനസ്സിലായി എന്നാ എൻ്റെ ചിന്ത. അപ്പോൾ അത് സിമ്പിൾ, അതത്രയ്ക്കൊന്നും നമുക്ക് ചിന്തിച്ച് വശക്കെടാൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അതെങ്ങനെ എന്ന് ചോദിച്ചു. അത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അകത്ത് ഈ കാഴ്ച കണ്ടു. പെൺകുട്ടിയോട് എന്താണെന്ന് വിശദീകരിച്ച് വശം പെൺകുട്ടി പറഞ്ഞു, ഉണ്ടായ സംഭവം പറഞ്ഞു. പക്ഷെ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു. വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ അത് പറയാനായിട്ട് തയ്യാറാക്കി മനസ്സിൽ കരുതി വെച്ച പോലെ പറഞ്ഞപ്പോൾ നമുക്കത് സംശയം തോന്നി. ഒന്ന്. രണ്ടാമത് പെൺകുട്ടി പറഞ്ഞു, ആ വൃദ്ധയുടെ മൃതദേഹത്തിൽ ആഭരണങ്ങൾ കാണാനില്ല. പെട്ടെന്ന് നമ്മൾ കൊലപാതകം നടന്ന ആകെ സംഭ്രമിച്ച് ആകെ അപ്സെറ്റായി നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് ചിലപ്പോൾ ഇതൊന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പെൺകുട്ടി ഇത് കൃത്യമായി നോക്കിയെന്നും അത് പ്രത്യേകം എടുത്തു പറഞ്ഞു തന്നപ്പോൾ ഒരു സംശയം ഞങ്ങളിൽ കയറി. ഒന്ന്. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു, വേറെ വല്ലതും പോയിട്ടുണ്ടോ എന്ന്. അപ്പോൾ കുട്ടി ഉടനെ പറഞ്ഞു, ഒന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി കള്ളൻ വന്നിട്ടുള്ളത് സക്കാനല്ല എന്നാ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം മാത്രമല്ല, പെൺകുട്ടിക്ക് നല്ല ഗ്രാഹ്യമുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായി. കാരണം ഈ അമ്മൂമ്മയെ കുട്ടി കണ്ട വശം നിലവിളിച്ചു എന്ന് പറയുന്നു. അപ്പം ആൾക്കാർ ഓടിക്കൂടി എത്തിയെന്നും പറയുന്നു. ഇതിനിടയിൽ എപ്പോൾ പെൺകുട്ടിക്ക് ഒന്നും പോയിട്ടില്ല എന്ന് തിട്ടപ്പെടുത്താൻ സമയം കിട്ടിയെന്നൊരു ചോദ്യം ഒരു ഭാഗത്ത്. പിന്നെ ആ വീട്ടിലെ എന്തെല്ലാം കാര്യങ്ങൾ എവിടെയൊക്കെയാണ് എടുത്തു വെച്ചെന്ന് പെൺകുട്ടിക്ക് എങ്ങനെ അറിയാമായിരുന്നു? കാരണം രഹസ്യമായി സൂക്ഷിക്കുന്ന ധനങ്ങളെക്കുറിച്ച്, ആഭരണങ്ങളെക്കുറിച്ചോ കാശിനെക്കുറിച്ചൊന്നും ഒരാളും പറയില്ല. അത് സ്വാഭാവിക മനുഷ്യ സഹജമായ ഒരു രീതിയാണല്ലോ.
അപ്പോൾ അമ്മൂമ്മ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ആ കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? അതും അടുത്ത വീട്ടിലെ കുട്ടിക്ക് അതൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. അപ്പോൾ ഇതൊന്നും കളവ് പോയിട്ടില്ല എന്ന് മനസ്സിലായി. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കള്ളൻ വന്നത് കക്കാനല്ല. പിന്നെ എന്തിനു വന്നു? അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കുഞ്ചൻ നമ്പ്യാർ കവിതയില്ലേ, എന്താ അത് ഓർക്കണ്ട? അപ്പോൾ ഞാൻ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ ഉലകിൽ സുലഭം എന്നൊരു കവിതയില്ലേ, എന്താ അത് പറഞ്ഞത്? ഒന്ന് കനകമല്ലെങ്കിൽ പിന്നെ അടുത്ത് എന്തായിരിക്കാനാണ് സാധ്യത? കാമിനി. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കാമിനി തന്നെ കാരണമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കള്ളനകത്ത് കടന്ന സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞു. കള്ളനകത്ത് കടന്ന സ്ഥലം കാണിച്ച പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി കള്ളൻ പോളി പൊടിച്ച് കടന്നിട്ടില്ല. അതെങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് ഒരു സംശയം എനിക്ക് വന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായേ? അപ്പോൾ ആൾ പറഞ്ഞു ഒരു കള്ളനും ഇന്നേ വരെ ഊട് പൊളിച്ചത് അകത്ത് ഓട് വെച്ചിട്ടില്ല. കാരണം അത് സാധ്യമല്ല. കാരണം അത്ര ഉയരത്തിൽ നിന്ന് അടിയിൽ ഓട് വയ്ക്കാനായിട്ട് ഒരു കള്ളനും സാധ്യമല്ല. ഇടണം. ഇട്ട് കഴിഞ്ഞാൽ ശബ്ദം കേട്ട ആളുകൾ ഉണരും. അങ്ങനെ ഒരു കള്ളനും ചെയ്യില്ല. പിന്നെ അത് ഭയങ്കര മെനക്കെടാണ്. ആദ്യത്തെ ഓട് പൊളിച്ച് എവിടെ വയ്ക്കുക? പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു കള്ളനും പുറത്തുനിന്ന് ഓട് പൊളിച്ച കള്ളനാണെങ്കിൽ അകത്ത് ഓട് വയ്ക്കില്ല, പുറത്തേ വയ്ക്കൂ. രണ്ടാമത് അകത്ത് വയ്ക്കണമെങ്കിൽ അകത്തു നിന്നൊരാളുടെ സഹായം കിട്ടണം. അതും അടുക്ക് വയ്ക്കണമെങ്കിൽ. അപ്പോൾ അകത്തുനിന്നൊരു സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പായി. അപ്പോൾ ഇവിടെ ആരുണ്ടായിരുന്നേ? അമ്മൂമ്മയും ഈ പെൺകുട്ടിയും മാത്രം. എന്തായാലും അമ്മൂമ്മ കള്ളനെ സ്വന്തം വീട്ടിലെ സ്വത്ത് കവർന്നെടുക്കാൻ കള്ളനെ വേണ്ടി ഓട് പൊളിക്കാൻ അത് അടച്ചു വയ്ക്കാനും സഹായിക്കില്ലെന്ന് ഉറപ്പല്ലേ. പിന്നെ ആര്? അതുള്ളത് ഈ പെൺകുട്ടി. അപ്പോൾ പെൺകുട്ടിയായിരിക്കണം ഇതിൻ്റെ ഇത്. അപ്പോൾ അകത്ത് നിന്ന് അപ്പോൾ കള്ളനെ അകത്ത് കടത്താൻ ഉദ്ദേശിച്ച പെൺകുട്ടി ഓട് പൊളിച്ച് കിടക്കേണ്ട ആവശ്യമില്ല. അതിന് വാതിൽ തുറന്നിട്ട് കള്ളൻ ഈസി ആയിട്ട് കിടക്കാം, അല്ലേ? ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, കള്ളൻ കക്കാൻ വന്നതല്ല. അപ്പോൾ കള്ളനെ വാതിൽ തുറന്നൊരു പെൺകുട്ടി, അതും വൈകുന്നേരം നേരത്ത് വാതിൽ തുറന്നൊരു പെൺകുട്ടി അത്രയും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ലേ? അപ്പോൾ ഇഷ്ടമുള്ള വ്യക്തി ആരായിരിക്കും? അത് അത്രയും വൈകുന്നേരം വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു കള്ളൻ എന്ന് പറഞ്ഞ് കാമുകനായിരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ പെൺകുട്ടിയും കാമുകനാണ് ഇതിൻ്റെ പ്രതികളെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അമ്മൂമ്മയും വലിയൊരു കാര്യം, ഇത്രയും വൃദ്ധയായ ഒരു തള്ളയെ കൊന്നിട്ട് വേണ്ട ആഭരണം കവർന്നെടുക്കാനായിട്ട്. കാരണം അല്ലാതെ തന്നെ കള്ളനെ അതിന് വലിച്ചൂരിയെടുക്കാതെ ആയി പൊത്തിപ്പിടിച്ച് വലിച്ചൂരിക്കാൻ പറ്റാത്തതല്ല. പിന്നെ വാതിൽ ഇത് തുറന്നെടുക്കണം. അപ്പോൾ ചവിട്ടി പൊളിച്ചതൊന്നുമില്ല, തുറന്നു കിടക്കുന്ന വാതിലാണ്. അപ്പോൾ മനസ്സിലായി കള്ളനെ ഈ കവർന്നെടുക്കാനായിട്ട് വാതിൽ ചവിട്ടി പൊളിച്ചോ മറ്റോ ചെയ്തിട്ട് തല അടിച്ചു പൊളിച്ച് കൊന്ന് ആഭരണം കവർന്നല്ല എന്ന് അപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായല്ലോ എന്തിനായിരിക്കും കൊന്നതെന്ന്. കാരണം ഈ ഇവരുടെ എന്തോ ഇവങ്ങൾ ഒരു സാക്ഷിയായിരിക്കും, ഇവരെ പ്രവർത്തിക്കുമ്പോൾ ഈ വൃദ്ധ ഒരു സാക്ഷിയായിരിക്കും എന്നിവർ ഭയന്നു. കാരണം അല്ലെങ്കിൽ വൃദ്ധ പറഞ്ഞിട്ടുണ്ട് അവരോട്, ഞാൻ ഇക്കാര്യം വീട്ടിൽ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ പറയുന്ന മറ്റു ഭീഷണിപ്പെടുത്തിയിരിക്കാം. അതോടെ ഇവരുടെ സമനില തെറ്റി. കാരണം എന്താ? നേരം പുലർന്നാൽ നാട്ടുകാരൊക്കെ അറിയും. നാട്ടുകാരറിഞ്ഞാൽ മാനഹാനി മാത്രമല്ല, നല്ല വീട്ടിൽ പെൺകുട്ടി, നല്ല തൽസ്വഭാവം പേര് വെട്ട പെൺകുട്ടി ഇങ്ങനത്തോളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തരഫലം, ഇവിടെ ജീവിതം തന്നെ പോകുന്ന പെൺകുട്ടിക്ക് മനസ്സിലായി. മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി എന്തായാലും കാമുകൻ ജയിലിൽ ഉറപ്പ് എന്തൊക്കെ മനസ്സിലായപ്പോൾ ഇവർക്ക് നിവൃത്തിയില്ലാണ്ട് വന്നു. ഈ
വൃദ്ധ ഇല്ലാതാകണം. ഇതായിരുന്നു കാരണം. ഒരു രഹസ്യമായിട്ട് പെൺകുട്ടിയെ വിളിച്ചു വെച്ചു. ആരാ എൻ്റെ കാമുകൻ്റെ പേരെന്താന്ന് പതുക്കെ രഹസ്യം ചോദിച്ചു. അവളാകെ വിറച്ചു. അത് സത്യം പറയാൻ നിർത്തില്ല എന്ന് മനസ്സിലായി. അവൾ പറഞ്ഞു സത്യങ്ങൾ. ഇത് അതേ കഥ തന്നെയാണ് അവൾ പറഞ്ഞത്. കാരണം വൃദ്ധ വീട്ടിൽ പറയുന്നുള്ള ഭയം മൂലം ചെയ്താണ് സംഭവിച്ചു. പിന്നീട് എന്നാൽ ഈ അപ്പോൾ തന്നെ കാമുകനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൾ ഒളിവിൽ പോയി, നാട് വിട്ടു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗൾഫിലുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. പിന്നെ അവർ ഫോൺ ചെയ്യും, പിടിക്കപ്പെടുന്ന ഉറപ്പായി. അപ്പോൾ ഗൾഫിൽ വെച്ച ആൾ പാരച്യൂട്ടിലിറങ്ങി. അങ്ങനെ കഥ കഴിഞ്ഞു. എന്തായാലും ഇതിൽ എനിക്ക് ആകർഷകമായ കഥ, ഈ കഥയിൽ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പോലീസിൻ്റെ യുക്തിപരമായ ചിന്ത. അത് നിങ്ങൾക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ച പോലെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സൂത്രങ്ങളും രഹസ്യങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അതൊന്ന് യുക്തിപരമായി എങ്ങനെ ചിന്തിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നതിനുള്ള നല്ല ഉദാഹരണമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് മാത്രമാണ്. പക്ഷേ നമ്മുടെ വിഷയം ഇതല്ല. എന്താണ്? ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ്. എങ്കിലും നിങ്ങളുടെ ഒരു ജിജ്ഞാസ വിളിക്കാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പത്രക്കാരത് ആഘോഷിക്കുമെന്ന് ഉറപ്പല്ലേ? എന്തെങ്ങനെയാണ് പത്രക്കാരത് സെൻസേഷണൽ ന്യൂസാക്കും. കാരണം അവർക്ക് സർക്കുലേഷൻ കൂട്ടാനും ആളുകൾക്ക് ആർത്തിയോടെ വായിക്കാനുള്ള ഒരു ചാൻസ് ഒരിക്കലും അവർ പാഴാക്കില്ലേ, നമുക്കറിയാലോ. അങ്ങനെ അവർ അതിലെ ഒരു പത്രത്തിലെ വാർത്ത ഇതായിരുന്നു: കാമുകൻ കൊലപ്പെടുത്തി എന്നായിരുന്നു തലക്കെട്ട്. ഇങ്ങനെ ഒരു തലക്കെട്ട് കണ്ടാൽ എന്തായിരിക്കും ഇത് വായിക്കുന്നവനുണ്ടാകുക? നിങ്ങൾ ചിന്തിച്ചേ. നിങ്ങളാണ് വായിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ജിജ്ഞാസ? ആരെ കൊലപ്പെടുത്തി അല്ലേ? അപ്പോൾ വൃദ്ധയെ കാമുകൻ കൊലപ്പെടുത്തി എന്ന് വായിക്കുമ്പോൾ ആ കൊലപ്പെടുത്തിയത് ആരെന്നായാലും എഴുതിയില്ല, ആരാ? കാമുകൻ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഉടനെ ഒരു ജിജ്ഞാസ വരും, എന്താണ്? ആരെ കൊലപ്പെടുത്തി ഇല്ലേ? ആരെ കൊലപ്പെടുത്തി എന്നതിൻ്റെ ഉത്തരമാണ് കർമ്മം. എന്താ പറയുക? കർമ്മം എന്ന് പറയും. എന്താ കർമ്മം എന്ന് പറയാൻ കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ചുറ്റുവട്ടത്തുള്ള ഈ ലോകത്തെ ഇത്തിരി പ്രായം ചെന്ന സ്ത്രീകളൊക്കെ ഇത് കേട്ടാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം? അവർ ഇങ്ങനെ വിരൽ കഷ്ടം, ആ തള്ളേരൊരു കർമ്മേ, അല്ലെങ്കിൽ ആ വൃദ്ധേരൊരു കർമ്മേ എന്നായിരിക്കും പറയാല്ലേ? അതായത് ഇത് കൊലയ്ക്ക് വിധേയമായപ്പോൾ അവർ പറയും കർമ്മമാണെന്ന് പറയും. ആരുടെ? വൃദ്ധയുടെ അല്ലേ? അപ്പോൾ ഈ നമ്മൾ പ്രവൃത്തിക്ക് വിധേയമാകുന്ന ഒരു വ്യക്തി, അല്ലെ അതിന് അടിമപ്പെടുന്ന, അതിന് പാത്രീഭവിക്കുന്ന ഒരു വ്യക്തി എന്തെന്ന് പറയും? അത് കർമ്മം എന്ന് പറയും. എന്താണ് കർമ്മം? അപ്പോൾ ക്രിയ അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തി, അല്ലെങ്കിൽ അതിന് വിധേയമാകുന്ന വ്യക്തി, മറ്റൊരുത്തരെ ഒന്നിനും ആലങ്കാരികമായി പറഞ്ഞാൽ പാത്രീഭവിക്കുന്ന ആ വ്യക്തിയെ എന്തെന്ന് പറയും നമ്മൾ? കർമ്മം. ഇംഗ്ലീഷ് എന്താ പറയാന്നറിയൂ? ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുക. പ്രത്യക്ഷ കർമ്മം എന്നാണ് ഇതിന് പറയുക. ഡയറക്റ്റ് ഓബ്ജക്റ്റ് കർമ്മം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് കർമ്മം. എന്താണ് മൂന്നാമത് പറഞ്ഞത് വാക്യഭാഗം? കർമ്മം. അതായത് ക്രിയ അനുഭവിക്കുന്ന ആൾ. അപ്പോൾ നമ്മൾ 3 കാര്യം പഠിച്ചു കഴിഞ്ഞു. എന്താണ് പ്രവൃത്തി എന്തെന്ന് കുറിക്കുന്ന പദം ക്രിയ, അത് ആര് ചെയ്യുന്നു എന്ന് വിവരിക്കുന്ന വാക്യഭാഗം കർത്താവ്, അത് സബ്ജക്റ്റ്. ഇനി ഈ പ്രവൃത്തി അനുഭവിക്കുന്ന, അതിന് പാത്രീഭവിക്കുന്ന, അതിന് വിധേയപ്പെടുന്ന വ്യക്തിയെ എന്തെന്ന് വിളിക്കും? ഒബ്ജക്റ്റ്. ഇതിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ്, ഒന്നുകൂടി നന്നായി പറഞ്ഞാൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയും. അവ കർമ്മം എന്ന് പറയും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഏറ്റവും മുഖ്യമായി ഒരു വാചകത്തിലുള്ളത്. ഇന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇല്ലേ? ഇത് വാക്യഭാഗമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ക്രിയ അനുഭവിക്കുന്ന ആളാണ്, അത് ക്രിയയ്ക്ക് വിധേയപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ പാത്രീഭവിക്കുന്ന ആളാണ് ഒബ്ജക്റ്റ് അഥവാ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നൊന്നൊരു വിഷയം പറയും. അത് കർമ്മമെന്ന് മലയാളത്തിൽ പറയും. ഈ 3 വാക്യഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്
ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഭാഗം വാചകം ഇംഗ്ലീഷ് വാചകം എഴുതാനുള്ള നല്ലൊരു ഭാഗം മനസ്സിലാക്കിയെന്ന് പറയാം. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കർമ്മത്തെക്കുറിച്ചൊരു ചെറിയ ധാരണ കിട്ടി ഇല്ലേ? അപ്പോൾ ഒരു ക്രിയ നടന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആര് എന്നറിയാനൊരു ജിജ്ഞാസ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ആരെ എന്നറിയാനൊരു ജിജ്ഞാസ ഉണ്ടാകും എന്ന് മനസ്സിലായല്ലോ. അത് മനുഷ്യ സഹജമാണ്. നമുക്കത് അങ്ങനെ ഉണ്ടാകും. ഏതൊരു സംഭവം കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാകും. അതിന് ഉദാഹരിക്കാൻ ഞാനൊരു ചെറിയ രംഗം പറയാം. ഒരു പഴയ സിനിമയിലെ രംഗം പറയാം. അത് വളരെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ചെറിയൊരു ഓർമ്മയുള്ള ഒരു സംക്ഷിപ്തമായിട്ട് പറയാം. അതൊരു ആശുപത്രി ആണ് രംഗം, ഒരു ആയുർവേദ ആശുപത്രി. ആ വരാന്തയിൽ ഇങ്ങനെ വളരെ വൃദ്ധരായ പുരുഷന്മാർ സ്ത്രീകളാണ് ഇരിക്കുന്നത്. കാരണം ആയുർവേദ ഡോക്ടർമാരെ കാരണം അവരെല്ലാം വരില്ലോ കാലത്ത്. അവർ അങ്ങനെ ഇരിക്കുന്നത് ഒറ്റ ചെറുപ്പക്കാരികളൊന്നും ആരുമില്ല. അപ്പോൾ ഈ ഡോക്ടറെ മുറിക്ക് മുൻപിലായിട്ട് വാതിൽ തുറന്നു കൊടുക്കാനായിട്ട് അറ്റൻഡർ നിൽക്കുന്നുണ്ട്. അത് ചെറുപ്പക്കാരനാണ്. കണ്ടാൽ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, കണ്ടാലറിയാം നമുക്ക്. പിന്നെ പേര് വിളിക്കാനായിട്ടൊരു അറ്റൻഡർ അവിടെ ഇരിക്കുന്നുണ്ട്. അത്തിരി വയസ്സായിട്ടുള്ള അറ്റൻഡറാണ്. അപ്പോൾ ആൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വിളിക്കുകയാണ്, ഓരോരുത്തരുടെ പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കിടക്കുമ്പോൾ ഒരാൾ പുറത്തേക്ക് കിടന്നു. അപ്പോൾ ആൾ കാർത്യായനി 85 വിളിക്കുന്നു. കാർത്യായനി 85 വിളിച്ച ശേഷം ഒരു സ്ത്രീയായിട്ട് വന്നിട്ട് അടുത്ത് വരുന്നു. നമ്മുടെ വാതിക്കൽ നിൽക്കുന്ന ഈ അറ്റൻഡർ സ്ലിപ്പ് കാണിക്കുന്നു. ആൾ കടത്തി വിടുന്നു. കാർത്യായനി പുറത്ത് പോകുന്ന മുറിക്ക് വേലായുധൻ 79 വിളിക്കുന്നു. ഉടനെ ഒരു വൃദ്ധനേറ്റ് നമ്മുടെ വാതിക്കൽ നിൽക്കുന്ന അറ്റൻ്റെ അടുത്ത് ചെല്ലുന്നു. സ്ലിപ്പ് കാണിക്കുന്ന ആളെയും കടത്തി വിടുന്നു. അപ്പോൾ ഈ വേലായുധൻ പുറത്ത് കിടക്കുന്ന മുറിക്ക് ഈ വയസ്സനായ അറ്റൻഡർ ലക്ഷ്മിക്കുട്ടി 17 എന്ന് വിളിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ വാതിക്കൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ മുഖം ട്യൂബ്ലൈറ്റ് ഇട്ട പോലെ പ്രസന്നമാകുന്നു. ഏതാണ്ട് ആരുണ്ടപ്പോൾ ഈ മധുര 17കാരി എന്ന് അറിയാനുള്ള ജിജ്ഞാസ. അവിടെ ഇരിക്കുന്ന വൃദ്ധന്മാർ പോലെ ഒന്ന് നോക്കും, ഒന്ന് ആരുണ്ടപ്പോൾ ഈ മധുര 17കാരി എന്ന് അറിയാനായിട്ട്. അപ്പോൾ വാതിക്കൽ നിൽക്കുന്ന അറ്റൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് വായിൽ പല്ലൊക്കെ പോയിട്ട് ഉള്ളൊരു തള്ളിയാണ്. എന്താ കാര്യം എന്ന് തള്ളോട് ചോദിക്കും. അപ്പോൾ തള്ള പറയും, ഞാനാ ലക്ഷ്മിക്കുട്ടി 71 എന്ന് പറയും. അത് പറഞ്ഞ വശം ഇയാൾക്ക് ആകെ ലക്ഷ്മിക്കുട്ടി 71 അത് തെറ്റി വായിച്ചതാ. എന്നാൽ സ്ലിപ്പ് കാണിക്കും. ശരിയാ. ആ സ്ലിപ്പും കടത്തി കൊടുത്തിട്ട് ഇയാൾ പിറുപിറുക്കുക. ലക്ഷ്മിക്കുട്ടി 17, ലക്ഷ്മി തള്ള 71 പറയാണ്ട് എന്ന് പിറുപിറുക്കുകയുള്ളു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ വൃദ്ധനായ അല്ലെങ്കിൽ പ്രായം ചെന്ന ആ അറ്റൻഡർ പേര് വിളിച്ച ശേഷം നമുക്ക് ഈ അറ്റൻഡർ മുഖം ഒന്ന് പ്രസന്നമായി അല്ലേ? ആരെ വിളിച്ചപ്പോൾ? ലക്ഷ്മിക്കുട്ടി 17 വിളിച്ചപ്പോൾ അല്ലേ? കാരണം ആൾക്ക് അറിയാൻ ജിജ്ഞാസുണ്ട്, ആരാണ് ഈ മുതൽ അല്ലേ? ആരെയാണ് വിളിച്ചതെന്ന് അറിയാനായിട്ടൊരു ജിജ്ഞാസ. ഇത് മനുഷ്യ സഹജമായി ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രവൃത്തി ഉണ്ടായാൽ ആരെ എന്നറിയാനുള്ള, ആരെ എന്നറിയാം, വിളിച്ചു, അറ്റൻഡർ വിളിച്ചു, ആരെ എന്നറിയാനൊരു ജിജ്ഞാസ ഉണ്ടായി. അത് മനുഷ്യ സഹജമാണ് എന്ന് പറഞ്ഞ കാരണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ കർമ്മം എന്ന് പറയും, അഥവാ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്നാണ് ഇതിൽ പറയുക. ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് നിങ്ങൾ ധരിച്ചാലും മതി. അപ്പോൾ ഏതൊരു വാചകത്തിലും എന്തൊക്കെ ഉണ്ടായിരിക്കും? വെർബ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. കാരണം അത് നമ്മുടെ ജിജ്ഞാസ ശമിക്കാനായിട്ട് ഇത് പറയുക ആവശ്യമാണ്. ഏതൊരു കാര്യം വിവരിക്കുമ്പോഴും നമ്മുടെ ജിജ്ഞാസ ശമിക്കാനായിട്ട് പ്രവൃത്തിയെ പറയണം, ആരെന്ന് പറയണം, ആരെ എന്ന് പറയണം.
അത് കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയും. ഇവ പറയണം എന്ന് നമ്മുടെ പൂർവികർ നിശ്ചയിച്ചത്. അപ്പോൾ കർമ്മമായിട്ട് ആളെന്നെ ആവണമെന്നില്ല കേട്ടോ. അതൊരു ജീവിയോ അല്ലെങ്കിൽ സാധനമോ ഒക്കെ ആവാം. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ വാക്യഭാഗങ്ങളുടെ പേരിടൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവയെക്കുറിച്ച് പഠിക്കാം. നമുക്ക് അതുവരേക്ക് വിടാം. നന്ദി, നമസ്കാരം, ബായ്.